ഏതായാലും ഈ പുനലൂരിലെ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ മുറുകുകയാണ്. കോൺഗ്രസ് ആ സീറ്റ് മുസ്ലിം ലീഗിന് നൽകുമെന്ന് ആണ് വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും മുസ്ലിം ലീഗ് കോൺഗ്രസ് പോര് അത് അവസാനിക്കുന്നില്ല. വിമത സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നീക്കത്തിൽ നിന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പിന്മാറിയിട്ടില്ല. ലീഗിനോടുള്ള വിദ്വേഷം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല അല്ല കോൺഗ്രസ് പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് ലീഗ് നേതാക്കളുടെ ഒരു വികാരം. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ മണ്ഡലം ബ്ലോക്ക് തല അടിസ്ഥാന നേതൃയോഗങ്ങൾ ഒക്കെ പുനലൂരിൽ ചേരുകയും ചെയ്തു. ഏതായാലും അങ്ങനെയാണ് പുനലൂരിലെ ഒരു സാഹചര്യം. പുനലൂരിൽ നിന്ന് നമുക്ക് ശ്രീ സുരേന്ദ്രൻ നായർ ഇതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് നൽകും. ശ്രീ സുരേന്ദ്രൻ നായർ ഒരു മുതിർന്ന പുനലൂരിലെ മാധ്യമപ്രവർത്തകനാണ്. ശ്രീ സുരേന്ദ്രൻ നായർ, അവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം ഏത് തരത്തിലാണ് നീങ്ങുന്നത്? ഈ കോൺഗ്രസ് ലീഗ് തർക്കം ഏത് തരത്തിലേക്ക് എത്തുമെന്നാണ് താങ്കൾ കരുതുന്നത്? അത് ഈ മണ്ഡലത്തിലെ അവരുടെ പ്രകടനത്തെ എങ്ങനെ ബാധിക്കും? ഹലോ സുരേന്ദ്രൻ നായർ, ഹലോ കേൾക്കാമോ? കേൾക്കാം. പുനലൂരിനെ സംബന്ധിച്ച് ശരിക്കും എന്ന് പറഞ്ഞാൽ LDF ഭരണമാണ്. കുറച്ച് വർഷങ്ങളായി LDF ആണ് MLA ആയിട്ടിരിക്കുന്ന LDF ആണ്. പുനലൂരിൽ നിന്നൊരു മന്ത്രി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പുനലൂരിൽ UDF ഒരു സാധ്യത നിലനിന്നിരുന്ന ഒരു മണ്ഡലമാണ് പുനലൂര്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മുസ്ലിം ലീഗും കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. പുനലൂരിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന് കൊടുത്ത സീറ്റിൽ യൂനിസ് സൂജിന്റെ മകനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നെൽസൺ സെബാസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പുനലൂരിൽ UDFന് യാതൊരു സാധ്യതയില്ലാത്തൊരു നിലവിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതായത് UDFന്റെ ഈ പോര്, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഈ പോര് ഇനി അവർ തമ്മിൽ യോജിച്ചാൽ പോലും അത് ഏച്ചുകെട്ടിയാ മൊഴിച്ചിരിക്കുക എന്നതുപോലെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസിന്റെ കുറവാണ്. കാരണം ഈ മുറിവ് ഉണങ്ങണമെങ്കിൽ ഒരു താമസിക്കും. കാരണം പൊതുവെ ഇപ്പം അവർ പറഞ്ഞേക്കുന്ന കൊല്ലം ജില്ലയിലെല്ലാം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തും. അങ്ങനെ വരുമ്പോൾ വിദ്വേഷം സംഭവിക്കും എന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇനി അവർ തമ്മിൽ ധാരണയിൽ വന്ന് അവര് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാലും തന്നെയും ഈ മുറിവുറപ്പ് നിലനിൽക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം. പക്ഷെ വ്യക്തമാണ്. അതാണ് അവിടുത്തെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ സുരേന്ദ്രൻ നായർ എന്നോട് വ്യക്തമാക്കുന്നത്. ഏതായാലും ജലീൽ പുനലൂർ കൂടി എന്നോടൊപ്പം ചേർന്നു. നാഷണൽ ലീഗിന്റെ നേതാവാണ് ശ്രീ ജലീൽ പുനലൂർ. ഇടതുപക്ഷത്തിന് വലിയ ഒരു സാധ്യത ഇപ്പോൾ ഈ സാഹചര്യം നൽകുന്നു എന്നാണ് അവിടുത്തെ സുരേന്ദ്രൻ നായർ പറയുന്നത്. അത് ശ്രീ ജലീൽ പുനലൂരിനെ പോലുള്ളവർക്കൊരു സന്തോഷം പകരുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ തിളക്കമാർന്ന ഒരു വിജയം പുനലൂരിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എങ്കിൽ പോലും ഞങ്ങൾക്കൊരു നല്ല മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നിലവിൽ ഇവിടെ ഏകപക്ഷീയമായ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനൊരു പഴയ മുസ്ലിം ലീഗുകാരനാണ്. പിന്നീടാണ് നാഷണൽ ലീഗ് ആയത്. തീർച്ചയായിട്ടും കോൺഗ്രസും ലീഗും പുനലൂരിനെ സംബന്ധിച്ച് വിതച്ചത് കൊയ്യുകയാണ്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ 1987 ശേഷം ഘടകകക്ഷികളെ നിർത്തി മത്സരിപ്പിച്ച് തോൽപ്പിക്കുകയോ അതല്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയോ ചെയ്യുന്നതിൽ അതീവ വിരുദ്ധന്മാരായിരുന്നു പുനലൂരിലെ കോൺഗ്രസ് നേതാക്കൾ. 91 MLA ആയ പുനലൂർ മധു 96 പരാജയപ്പെട്ടത് ഘടകകക്ഷികളോ മറ്റുള്ളവരോ പരാജയപ്പെടുത്തിയതല്ല, കോൺഗ്രസിലെ ഒരു വലിയ നേതാവിന്റെ കീഴിൽ ഒരു വിഭാഗം കിണഞ്ഞു പരിശ്രമിച്ചതുകൊണ്ടാണ് പരാജയപ്പെട്ടത്. അതേ വർഷം തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർവതീപുരം ശശി 25,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടതും കോൺഗ്രസിലെ മറുവിഭാഗത്തിന്റെ പകയാണ്. എന്ന് മാത്രമല്ല 2001 കേരളത്തിലാകമാനം ഈ UDF തരംഗം ആഞ്ഞടിച്ചിട്ട് പോലും പുനലൂരിൽ 1500 വോട്ടിനാണ് ഹിദർ മുഹമ്മദ് എന്ന് പറയുന്ന പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവ് പരാജയപ്പെട്ടത്. അത് മറ്റാരും പരാജയപ്പെടുത്തിയതല്ല, വിവിധ ഗ്രൂപ്പുകൾ സംയുക്തമായി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതാണ്. 2006 MB രാഘവനെ പരാജയപ്പെടുത്തിയതും 2011 ജോൺസൺ എബ്രഹാമിനെ പരാജയപ്പെടുത്തിയതും ഒക്കെ കോൺഗ്രസുകാർ തമ്മിലാണ്. നിർഭാഗ്യവശാൽ 2016 യൂനിസ് സൂഞ്ഞ് സ്ഥാനാർത്ഥിയാവുകയും 2021 രണ്ടത്താണി അബ്ദുറഹ്മാൻ രണ്ടത്താണി സ്ഥാനാർത്ഥിയാവുകയും ചെയ്തപ്പോൾ ഇതിന്റെ ആഴം വർദ്ധിക്കുകയാണ് ചെയ്തത്. പുനലൂരിൽ നിലവിൽ 50 ആളുകൾ ഈ മണ്ഡലത്തിൽ മുസ്ലിം ലീഗുകാരായിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്നാൽ ഒരു കാലഘട്ടത്തിൽ
പുനലൂർ നഗരസഭയുടെ ആദ്യത്തെ ചെയർമാനായിട്ട് വന്നത് മുസ്ലിം ലീഗുകാരനാണ്. ഏരൂരും കരവാളൂരും അടക്കം പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. പക്ഷേ കാലത്തിന്റെ കാവ്യനീതി എന്നതുപോലെ മുസ്ലിം ലീഗ് ഇവിടെ തകർന്നടിഞ്ഞു എന്ന് മാത്രമല്ല, എന്നും മാടമ്പികളുടെയും പ്രഭുക്കന്മാരുടെയും സങ്കേതമായി കൊല്ലത്തെ മുസ്ലിം ലീഗ് മാറി. 2016 യൂനുസ് കുഞ്ഞ് വന്ന് 33,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ട സ്ഥാനത്ത് ഇന്ന് വരുന്നത് സ്വന്തം മകനാണ്. അതിൽ തന്നെ എത്രയോ കഴിവുള്ള പ്രഗത്ഭന്മാരായ ചിന്താശേഷിയുള്ള കർമ്മരംഗങ്ങളിൽ വലിയ സുസ്ഥിർഹമായ സേവനം ചെയ്ത എത്രയോ നിസ്വാർത്ഥരായ ലീഗ് പ്രവർത്തകരുണ്ട്, ലീഗ് നേതാക്കളുണ്ട്. അവരെ ആരെയും അടുപ്പിക്കാതെ എന്നും ഒരു സംസ്കാരം മുസ്ലിം ലീഗിൽ നിഴലിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മാടമ്പിയെ കൊല്ലത്തു നിന്നും 50 കിലോമീറ്റർ കിഴക്കുള്ള പുനലൂർക്ക് കെട്ടിയിട്ടാൽ അതീവ ദയനീയമായിരിക്കും ഇവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇത് ചിലപ്പോൾ മുന്നണി തലത്തിൽ ഒരു ചായക്കുപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അവസാനിക്കുമെന്ന് അവർ പറയുമെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു മണ്ഡലമായി പുനലൂർ മാറിയിരിക്കുകയാണ്. യെസ്, നോക്കാം. അപ്പോൾ ഏതായാലും അത് തികഞ്ഞ ആത്മവിശ്വാസം അവിടെ കാണുന്നു. നോക്കാം അതിൻ്റെ പുനലൂരിലെ കണക്കുകൾ എന്ത് എന്ന് നമുക്ക് കുറെ കൂടെ വിശദമായി. പുനലൂരിൽ അതിൻ്റെ കണക്കുകൾ എടുക്കുമ്പോൾ 2021 നമ്മൾ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നോക്കുമ്പോൾ PS സുഭാൽ നേടുന്നത് 80,000-ത്തിലധികം വോട്ടുകളാണ്. 80,428 വോട്ടുകളാണ് PS സുഭാലിന് നേടുന്നത്. അതേസമയം രണ്ടത്താണി അവിടെ നേടുന്നത് 43,371 വോട്ടുകളാണ്. ഏതാണ്ട് പുനലൂരിൽ നോക്കുമ്പോൾ അവിടെ LDFിൻ്റെ വിജയം 37,000 വോട്ടുകൾ വാങ്ങിയാണ് LDF വിജയിച്ചത് എന്ന് വ്യക്തമാവുകയാണ്. അതിന് മുൻപുള്ള 2 വർഷങ്ങൾ 2011-ലും 2016-ലും നമുക്ക് നോക്കിയാൽ അവിടെ കെ രാജു മത്സരിക്കുന്ന ഒരു ഘട്ടമാണ് നമുക്ക് കാണാൻ കഴിയും. 72,648 വോട്ടാണ് കെ രാജുവിന് 2011-ൽ ലഭിക്കുന്നത്. അതേസമയം 2016-ലേക്ക് എത്തുമ്പോൾ കെ രാജുവിൻ്റെ വോട്ട് 82,136 എന്ന നിലയിലേക്ക് പോകുന്നു. ഏതായാലും ഇത്തവണ അവിടെ CPI സ്ഥാനാർത്ഥി അജയ് പ്രസാദ് മത്സരിക്കുന്നു. നേരത്തെ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ചതുമായി പോലെ യൂനസ് കുഞ്ഞിൻ്റെ മകൻ നൌഷാദ് യൂനസ് അവിടെ മത്സരിക്കുന്നു. 2020 ആണ് BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയായി അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ NDA അവിടെ പല ഘട്ടങ്ങളിലും BJP ഇത് ഘടകകക്ഷികൾക്ക് കൊടുത്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. 2016-ലും BJP ഇത് അവിടെ ഘടകകക്ഷികൾ കൊടുത്തു. KC കേരള കോൺഗ്രസ് തോമസ് വിഭാഗത്തിലാണ് അന്ന് അവിടെ സീറ്റുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ LDFന് ക്രമാതീതമായി വോട്ട് ശക്തിപ്പെടുത്താൻ കഴിയുന്നൊരു മണ്ഡലം എന്ന തരത്തിൽ തന്നെയാണ് പുനലൂർ നിൽക്കുന്നത്. 2011-ൽ അത് 72,648 വോട്ടായിരുന്നെങ്കിൽ പിന്നീട് അത് 82,136 വോട്ടിലേക്ക് ഉയരുന്നു. പിന്നീട് അത് 80,428 വോട്ടിലേക്ക് LDFന് ഉയരാൻ കഴിയുന്നു. പക്ഷേ UDFിൻ്റെ പ്രകടനം 54,000-ൽ നിന്ന് 2011-ൽ നിന്ന് ഘട്ടം ഘട്ടമായി താഴേക്ക് വരുന്നു. 54,643 എന്ന് അവിടെ നിന്ന് 48,554-ലേക്കും പിന്നീട് 43,371-ലേക്കും താണു വരികയാണ്. ഇതാണ് പുനലൂർ നൽകുന്ന ഒരു കണക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.